ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ടൂർ വന്നിട്ട് നമ്മൾ പാലക്കാട് നിന്നും തൃശ്ശൂർ സൂമിലേക്കാണ്. കാലത്തെ വീട്ടിൽ നിന്നൊരു 6:30-ക്ക് ശേഷം ഇറങ്ങി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയോടൊപ്പം ഇന്നത്തെ യാത്ര. അപ്പോൾ സൂമിലത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ സൂം നമ്മൾ തൃശ്ശൂർ അവിടുന്ന് പഴയ സൂമിൽ നിന്ന് മാറ്റിയിട്ട് അപ്പോൾ വേറെ പുത്തൂർ പറയുന്ന സ്ഥലത്താണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഏകദേശം ഒരു മല ഫുള്ളായിട്ട്, അതായത് 30 ഏക്കർ ഫുള്ളായിട്ടൊക്കെയാണ് സൂമിൽ നിന്ന് പറഞ്ഞ് നമുക്ക് അറിവാണ്. അപ്പോൾ അതിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രയിലാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാലക്കാട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയിൽ അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഫാമിലീസ് ഉണ്ട്. അതേമാതിരി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫാമിലീസാണ്. അവർ അടിച്ചുപൊളി അതായത് പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത് ഏകദേശം കുട്ടികളുടെയൊക്കെ വെക്കേഷൻ തീരാനായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ഫ്രണ്ട് മോനേട്ടെന്ന് പറയും. നല്ല അടിച്ചുപൊളി, നല്ലൊരു മൂഡാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാലത്തിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പലയൊക്കെ ടോളിലവിടെ എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് രാവിലത്തെ ടിഫൻ ഉപ്മാവുണ്ട്, ഇഡ്ഡലിയുണ്ട്, അതുപോലെ അങ്ങനെ. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിന് തിരക്കിലാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്, അവർ ഫാമിലീസ് എല്ലാവരും വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. ഇപ്പോൾ വണ്ടിയിൽ എന്താ വെച്ചാൽ ഇപ്പോൾ വണ്ടികളിലൊക്കെ ഏകദേശം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയുണ്ട്, അതേമാതിരി ഉള്ളിലെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും കണ്ടിട്ട് പോകാനുള്ള ഒരു ക്യാമറ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ, അതായത് നമ്മൾ ബൈപ്പാസിൽ കയറിയപ്പോൾ അവിടെ നിന്നുള്ള കുതിരാൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ കുതിരാനിലെ ടണൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള കാഴ്ചകളും അതുപോലെ ടണലിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരുപാട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പറയുന്നതിന് മുമ്പ് ടണലെത്തി, കുതിരാൻ ടണൽ. അപ്പോൾ നമുക്ക് 2 ടണലുണ്ട്, ഒന്ന് പോകാനും ഒന്ന് തിരിച്ചു വരാനും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അടുത്ത ടണലിലേക്ക് പോകാനുള്ളൊരു വഴികളും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അതിൻ്റെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനാണ്. നല്ലൊരു എത്ര കണ്ടാലും ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമല്ലാതെ എത്രയോ പ്രാവശ്യം നമ്മൾ ടണലിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓരോ ട്രിപ്പ് പോകുമ്പോഴും അതിനനുസരിച്ചുള്ളൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലിങ്ങനെ അടിച്ചു പൊളിച്ച് പോകാൻ പറയുമ്പോൾ തന്നെ ഒരു വൈബാണ്. അങ്ങനെ ടണലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ കാര്യങ്ങൾ, അതുപോലെ ലൈറ്റ്, ഇതാണ് നമ്മൾ ആ ഗ്യാപ്പ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, കാണാൻ പറ്റും. അങ്ങനെ കുതിരാൻ ടണലിൽ അകത്തോടുള്ള യാത്ര അത് ഏകദേശം കഴിയാതെ അപ്പുറത്ത് നമ്മൾ വെളിച്ചം കാണുന്ന ഭാഗത്താണ് ടണൽ കഴിയുന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളമാണ് ടണൽ എന്നാണ് പറയുന്നത്. ഇടയിൽ ബൈപ്പാസ് ഉണ്ട്. നമുക്ക് ഈ ടണലിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയാൽ നെക്സ്റ്റ് ടണലിൽ കൂടെ പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയും കൂടി അവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഡേഞ്ചറാണ്, മലയുടെ അരികിൽ കൂടെ തുരങ്കത്തിലൂടെ പോകുന്നതൊക്കെ ഡേഞ്ചറാണ്. പക്ഷേ എല്ലാം ഒരു എന്താ പറയുക, എല്ലാം ശരിയാവും എന്ന് പറയുന്ന മാതിരി എല്ലാം റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ ടണൽ കഴിഞ്ഞു. ടണൽ കഴിഞ്ഞ യാത്രയിലാണ്. അടിപൊളിയാണ്, മനോഹരമാണ്. അതായത് കാലത്തെ യാത്ര പറയുന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ്. ഏകദേശം നമ്മൾ അവിടെ എത്താനായി. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ സൂം എത്തിക്കഴിഞ്ഞു. സൂമിൻ്റെ ഫ്രണ്ടിലാണ്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഇല്ല. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് പാർക്കിങ്ങിന് വേറെ ഏരിയയിലാണ്, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള വേറെ ഏരിയയിലാണ്. ആ ഭാഗത്തേക്ക് പാർക്കിംഗ് പോകണം. അപ്പം നമ്മളവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത കാഴ്ചകൾ കണ്ട് വൈകിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ടാക്സി കയറി വരും. അങ്ങനെയാണ് അവിടുത്തെ റൂൾ, അങ്ങനെയാണ്. കണ്ടല്ലേ, ഇപ്പോൾ ഓരോ വാഹനങ്ങളും നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് തൃശ്ശൂർ സൂം സിഗ്നൽ പാർക്ക്, ഇൽക്കോൾ പാർക്ക്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ കാഴ്ചകളുണ്ട്, ഫോട്ടോസ് എടുക്കുക. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഫ്രണ്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു താമരക്കുളം ഉണ്ടായിരുന്നു. താമരക്കുളം എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലംകോട് താമരക്കുളം അല്ല, ഇതാണ് സൂമിലെ താമരക്കുളം. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. കാരണം മൊബൈൽ ഇപ്പോൾ അറിയാമല്ലോ, ഓരോ ഭാഗത്ത് അതായത് നല്ല നല്ല കാഴ്ചകൾ കണ്ടാലും ഫോട്ടോസ് എടുക്കും. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഒരാളെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, വരുന്നവരെ വെയിറ്റിങ്ങിലാണ്. ഇത്രയും ആൾക്കാരാണ് നമ്മൾ ഒരു ബാച്ചിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 26ഓളം നമ്മുടെ ടീമുണ്ട്. വന്നതിൽ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ ഓരോരോ ഫോട്ടോ, എല്ലാവരും ഓരോ തിരക്കിലാണ്. ഫോട്ടോ എടുക്കുന്ന തിരക്കിലും കാഴ്ചകൾ കാണുന്ന തിരക്കിലാണ്, നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കിലുമാണ്.
അപ്പോൾ ഇത്രയും പേരുണ്ട്, ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് അകത്ത് കയറാനാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടിക്കറ്റാണ്. ടിക്കറ്റ് വന്നിട്ട് 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു, നമ്മളകത്തേക്ക് പ്രവേശിച്ചു. ഇനി നടക്കാനാണ്. അതായത് ഒരു മലയാണ്, മലയുടെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് റിട്ടേൺ ഇറങ്ങുന്നത് വേറൊരു സൈഡിൽ കൂടെ. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അവിടുന്ന് ബസ്സുണ്ട്. അതായത് നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാനാണെങ്കിൽ, അതായത് ഇവിടുന്ന് നമ്മൾ പോകുമ്പോഴും ബസ്സുണ്ട് അവർക്ക്, പോകുമ്പോഴും അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴും ബസ്സിൽ ഫ്രീ ആണ്. അവിടുന്ന് അവരുടെ സൂം പാർക്ക് തന്നെ ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസാണ്. കാരണം ഒരുപാട് നടക്കാനുണ്ട്. ഏകദേശം ഒരു മല എന്ന് പറയുമ്പോൾ 30 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് നടക്കാൻ. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യേണ്ട എന്താ കാര്യം വെച്ചാൽ പോകുമ്പോൾ, അതായത് നമ്മൾ കാലത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ കാഴ്ചകൾ കണ്ട് കയറിയിട്ട് ഇറങ്ങുമ്പോൾ അവിടെ തിരിച്ചിറങ്ങുമ്പോൾ ബസ്സിൽ വരികയാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താ വെച്ചാൽ തിരിച്ചിറങ്ങുമ്പോൾ ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ട് പോകുമ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ബസ്സിന് സുഖമായിട്ട് വരാം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബസ്സിന് കാലത്ത് പോയി തിരിച്ച് അവരുടെ ബസ്സിൽ തന്നെ വൈകിട്ട് അവിടെ നിന്ന് റിട്ടേൺ കാഴ്ചകൾ കണ്ട് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നവരും ഉണ്ട്. കണ്ടില്ലേ, അത്രയും അടിപൊളി കാഴ്ചകളാണ്. സൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം അവർ അത്രയും ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടാണ് എല്ലാം. നമ്മൾ പക്ഷി മൃഗാദികൾ മുതൽ പുലി വരെ ഉണ്ട്. അതിൽ കറുപ്പുണ്ട്, അതേമാതിരി ഞങ്ങൾ കണ്ട കറുപ്പ് പുലിയും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സാധാരണ ഒരു മഞ്ഞ കളർ പുലിയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മയിലുണ്ട്, ഒട്ടക പക്ഷിയുണ്ട്, അതുപോലെ ഒരുപാട് കിളികളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതുപോലെ മരയണ്ണാൻ വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കയറി ഉടനെ തന്നെ നമ്മൾ അകത്തും അതേമാതിരി താമരക്കുളമുണ്ട്. പിന്നെ പാറകൾ ഒറ്റക്കല്ലിൽ കൊണ്ട് നിർമ്മിച്ച കുറേ കാഴ്ചകൾ കാണാനുള്ള. കാരണം നമ്മൾ കൊടുത്ത പൈസയ്ക്ക് മുതലാണ്, അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഒരാൾക്കും നമ്മൾ അയ്യോ അത് പോരാന്ന് പറയില്ല. ഇതാ കയറിയിടും തന്നെ അവർ പുല്ലുകൊണ്ടുള്ള കട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്, സൂം പാർക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് ക്ലിയർ അല്ല, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും അതിൻ്റെ ലെറ്റർ കട്ട് ചെയ്തിട്ടുണ്ടാവുക. കണ്ട ഒരുപാട് നമ്മൾ കാഴ്ചകളുണ്ട്, ഒരുപാട് ദൂരം നമ്മൾ കാഴ്ചകൾ കണ്ടിറക്കാനുണ്ട്. അതുപോലെ ഉള്ളിൽ കണ്ട് ചെറിയ ചെറിയ തടാകങ്ങൾ കെട്ടിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പരിപാലിക്കാനും ഇഷ്ടംമാതിരി സ്റ്റാഫ് ഉണ്ട് അവിടെ, ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിന്ന് കാണാം. അതിൽ പിന്നെ മുതലുണ്ട്. നമ്മൾ കയറിയ ഭാഗത്ത് തന്നെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ടണൽ കെട്ടിയിട്ട് അതിൽ മുതലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സ്ഥലം കൂടിയിട്ടാണ്. അതല്ലേ നമ്മൾ മുതലുണ്ടെന്ന് പറയുമ്പോൾ അതിലേക്ക് സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും നടന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും ഓരോ ചെറിയ ചെറിയ ടണൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതുണ്ടല്ലേ ഇരിക്കാനുള്ള പാർക്കുണ്ട്. അതുപോലെ ഒരുപാട് കാഴ്ചകൾ. അങ്ങനെ സൈഡ് ഫുൾ ഗ്ലാസ് കൂടായിരിക്കും. അത് എന്താണ് അവിടെ അതിൻ്റെ ഡീറ്റെയിൽ, കാരണം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏതാണ്, അല്ലെങ്കിൽ പൂച്ചെടികൾ അല്ലെങ്കിൽ പക്ഷികളാണെങ്കിൽ പക്ഷികളുടെ അതൊക്കെ മെൻഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മരയണ്ണൻ്റെ ഒരു ശേഖരം എന്ന് പറയുന്നത്. ഇതിൽ വെറൈറ്റി മരയണ്ണൻ ശേഖരമുണ്ട് അവർക്ക്. കാണുന്നത് ഒരുപാട് നല്ല മരയണ്ണകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൂം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുമോ അറിയില്ല. കാരണം ഫ്രണ്ട് ഒരു നെറ്റിലായതുകൊണ്ട് കണ്ടില്ലേ ഒരുപാട് എല്ലാം നമ്മൾ കാണുന്നതനുസരിച്ച് ഓരോ ഭാഗത്ത് കയറിയിരിക്കലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ, ഏതൊക്കെ വിധത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ വെറൈറ്റി മരയണ്ണാണ് അതിനകത്തുള്ളതെന്ന് ഓരോ ലിസ്റ്റ് ഇട്ടിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരണം. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴ് അങ്ങനെ എല്ലാ ഭാഷകളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മരയണ്ണനെ സൂം ചെയ്യാം. ഓരോന്നും ഓരോ ഭാഗത്തേക്ക് കിടക്കുന്നുണ്ടാവും മരയണ്ണന്മാർ, അതുണ്ടല്ലേ. കാരണം നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചകളാണ്. നമുക്കിത് കാണാൻ പറ്റില്ല, കാരണം ഒരുപാട് മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇവരിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ അരയണ്ണത്തിൻ്റെ ഒരു ശേഖരമുണ്ട് അവർക്ക്. തടാകം കെട്ടിയിട്ട് സൈഡ് അരയണ്ണം കയറിയിരിക്കുന്ന നമ്മൾ കുറച്ച് ഇങ്ങനെ കാണാൻ പറ്റും. അതിന് ഓരോ ഭാഗത്ത് എത്തുന്തോറും ഇതേമാതിരി ചൂട് സമയമാണെങ്കിലും ഗ്ലാസ് കൂട് വെച്ചിട്ട് അതിൽ നിന്ന് കാണാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം വീഴുന്നതും തടാകം കെട്ടിയിട്ടുണ്ട്. അതിൽ ഇനി നമുക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ഓരോ ടണൽ ഓരോ ഭാഗത്തുണ്ട്. അതായത് ഇപ്പോൾ ടണലിൽ കിടക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. ഒരുപാട് നല്ല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വീണ്ടും പറയാനാണ് വരുന്നത്.
അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് നടന്ന കാഴ്ചകൾ കാണാനുണ്ട്. ഓരോ ഭാഗത്ത് പൂക്കളുണ്ട്, അതുപോലെ മൃഗങ്ങളുണ്ട്, മാനുണ്ട്. അത് നമ്മൾ അവിടെ പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ് തന്ന് കേൾക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ തന്നെ ഏറ്റവും നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇവരിങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കെട്ടിയിട്ടും അതും വെറൈറ്റി മോഡലാണ് അവർ കെട്ടിയിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇരുമ്പാണ് സംഭവം. പക്ഷേ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മരം കൊണ്ടുണ്ടാക്കിയ, നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ സൈഡ് പിടിക്കാനുള്ള മരങ്ങൾ കൊണ്ടാണ്. പക്ഷേ അത് മരങ്ങളല്ല, ഇരുമ്പാണ്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് മരം, അതായത് മുള എന്ന് നമ്മൾ മുളയൊക്കെ പറയില്ല, മുള എന്ന് പറയില്ല, അതുപോലെ അവർ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഭാഗത്തും ടണലൊക്കെ കെട്ടിയിട്ടും അതുപോലെ കല്ല്, വെള്ളം, അതുപോലെയുള്ള എല്ലാം എന്താ പറയുക, നമ്മൾ അത്ര മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ഈ മുള്ളുടെ ചെടികളാണ്, മുളയുടെ ചെടികളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടല്ലേ. പിന്നെ ആൾക്കാർ ഒരുപാട് കാഴ്ച. ഇതിൽ പക്ഷികളുടെ ഒരു ശേഖരമാണ് ഈ ഭാഗത്ത് വരുന്നത്. കാരണം അത് പുറത്ത് വിടില്ല, അവർ ഓപ്പൺ സൈറ്റിലേക്ക് മുകളും സൈഡ് ഫുള്ളായിട്ട് നെറ്റ് കെട്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ കാഴ്ചകളൊക്കെ ഇനിയുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ഏകദേശം ഇതിലൊരു നിങ്ങൾക്ക് ഫുൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അത് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതിൽ ഓരോരോ പക്ഷികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സൈറ്റാണ്. അവർ എല്ലാ പക്ഷികളുടെയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തും.